വെൽക്കം സ്റ്റുഡൻസ്. നമുക്കൊന്ന് പഠിക്കാനുള്ളത് ഫസ്റ്റ് വേൾഡ് വാർ ആണ്. ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നത് 1914 എൻഡ് ചെയ്യുന്നത് 1918. The conflict among the imperialist powers untimely led to the entire world to a war. Let's find out the reason behind this. The European nations vied with each other in establishing colonies. This competition led to conflicts among them and caused mutual distrust and enemy. This further drove the nations to the signing of military alliances. The Triple Alliance and Triple Entente were the example of such military alliances. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നത് 1914 1918 വരെ അത് നീണ്ടു നിന്നു. അതായത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുണ്ടായിരുന്ന തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇതിന് വഴിതെളിച്ച ഘടകങ്ങൾ എന്തെല്ലാമെന്നാണ് നമുക്ക് ഈ പാഠത്തിൽ ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ വളരെയധികം ശത്രുത വളർത്തുന്നതിനും സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമായി. ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ നിലനിന്നിരുന്നത്. അത് സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട സൈനിക സഖ്യങ്ങളാണ് ത്രികക്ഷി സഖ്യം എന്ന് വെച്ചാൽ ട്രിപ്പിൾ അലയൻസും ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ എൻറ്റൻറ്റയും. ട്രിപ്പിൾ അലയൻസിൽ പെട്ട രാജ്യങ്ങൾ, ട്രിപ്പിൾ അലയൻസ് വെച്ചാൽ ത്രികക്ഷി സഖ്യത്തിൽപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദം അതായത് ട്രിപ്പിൾ എൻറ്റൻറ്റയിൽപ്പെട്ട രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. Formation of such alliances created a war atmosphere in Europe. ഇത്തരം സഖ്യകക്ഷികളുടെ അല്ലെങ്കിൽ സഖ്യങ്ങളുടെയൊക്കെ രൂപീകരണം യൂറോപ്പിലാകമാനം ഒരു യുദ്ധാന്തരീക്ഷം സൃഷ്ടിച്ചു. They started manufacturing and buying lethal weapons. അവർ വളരെ വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാനും വാങ്ങുവാനും തുടങ്ങി യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട്. The European nations resorted to various strategies to succeed in their imperialistic competitions. അവരുടെ ഈ ഇമ്പീരിയലിസ്റ്റ് കോമ്പറ്റീഷൻസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പല തന്ത്രങ്ങളും മെനഞ്ഞെടുത്തു. തന്ത്രങ്ങളിലൂടെയും അവർ കടന്നുപോയി. അതിലൊന്നാണ് അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത. അഗ്രസീവ് നാഷണലിസം വാസ് വൺ എമംഗ് ദം. The European nations used aggressive nationalism to invade other countries. തീവ്ര ദേശീയത ഉപയോഗിച്ച് അവർ മറ്റ് പല രാജ്യങ്ങളെയും കീഴടക്കാനായിട്ട് ശ്രമിച്ചു. അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡേർഡ് their own nations as the supreme and justifies whatever be the actions of their nations. അപ്പോൾ അഗ്രസീവ് നാഷണലിസ്റ്റ് തീവ്ര ദേശീയത വെച്ച് പുലർത്തിയിരുന്നവർ അവർ കൺസിഡർ ചെയ്യുന്നത് അവരുടെ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളിലും മേലും സുപ്രീം പവറാണ്, എല്ലാത്തിനും മേൽക്കോയ്മ നിൽക്കുന്ന രാജ്യമാണെന്നും അവർ ചെയ്തിരുന്ന ഏതൊരു പ്രവൃത്തിയെയും അവർ ന്യായീകരിക്കുകയും ചെയ്തു. വേരിയസ് മൂവ്മെൻറ്റ്സ് ഇൻ യൂറോപ്പ് സച്ച് ആസ് പാൻ-സ്ലാവ്, പാൻ-ജർമ്മൻ, റിവെഞ്ച് മൂവ്മെൻറ്റ് വേർ ആൻ ഓഫ് ഷൂട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. അങ്ങനെ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില സംഭവങ്ങളാണ്, മൂവ്മെൻറ്റ്സാണ് പാൻ-സ്ലാവ് മൂവ്മെൻറ്റ്, പാൻ-ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. ഇനി ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പാൻ-സ്ലാവ് മൂവ്മെൻറ്റ്. റഷ്യ wanted to unite the Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under her leadership. For this, Pan-Slav movement was formed with the help of Russia. പാൻ-സ്ലാവ് മൂവ്മെൻറ്റ് റഷ്യയുടെ സഹായത്താലാണ് ആ മൂവ്മെൻറ്റ് ഉണ്ടായത്. എന്താണെന്ന് നോക്കാം. അതായത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു. ഇതാണ് പാൻ-സ്ലാവ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പാൻ-ജർമ്മൻ മൂവ്മെൻ്റ് എന്ന് നോക്കാം. To establish its dominance in Central Europe and Balkan provinces, Germany planned to unite the Teutonic people. ജർമ്മനി എന്താണ് ചെയ്തതെന്നാണ് അടുത്തത് പറയുന്നത്. അതായത് മധ്യ യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലും സ്വാധീനമുറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗം ട്യൂട്ടോണിക് വർഗ്ഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു. അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. പാൻ ജർമ്മൻ
movement came into being under the leadership of Germany. Next one is revenge movement. ഇനി എന്താണ് റിവെഞ്ച് മൂവ്മെൻ്റ് എന്ന് നോക്കാം. ആരംഭിച്ചത് 1871 ജർമ്മനി ഒക്യുപ്പൈഡ് അൽസേസ് ലൊറൈൻ ദ ടെറിട്ടറീസ് ദാറ്റ് വർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫ്രാൻസിൻ്റെ കീഴിലായിരുന്ന കുറച്ച് പ്രദേശങ്ങൾ, അതായത് അൽസേസും ലൊറൈനും ഒക്കെ ജർമ്മനി ഒക്യുപ്പൈ ചെയ്തു, പിടിച്ചെടുത്തു. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ്, അപ്പോൾ ഈ ടെറിട്ടറീസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദ റിവെഞ്ച് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൻ്റെ കീഴിൽ ഈ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുണ്ടായ പ്രസ്ഥാനമാണ് റിവെഞ്ച് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്, ഇതൊക്കെ അഗ്രസീവ് നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അഗ്രസീവ് നാഷണലിസം എന്ന് വെച്ചാൽ തീവ്രദേശീയത, മറ്റ് രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ദേശങ്ങൾ ചെയ്യുന്നത് എന്തിനേയും ന്യായീകരിക്കത്തക്ക രീതിയിലോട്ടുള്ള ആക്ഷൻസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതാണ് അഗ്രസീവ് നാഷണലിസം. നെക്സ്റ്റ് വൺ, imperialist rivalry drove the European countries into several crises, among which the Moroccan crisis and Balkan crisis are considered to be important. ഇനി ഈ ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് സാമ്രാജ്യത്വ മത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ചില പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് മൊറോക്കൺ പ്രതിസന്ധിയും രണ്ടാമത്തത് ബാൽക്കൺ പ്രതിസന്ധിയും. അപ്പം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ രണ്ട് പ്രതിസന്ധികളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് മൊറോക്കൺ പ്രതിസന്ധി, രണ്ടാമത്തേത് ബാൽക്കൺ പ്രതിസന്ധി. ഒന്നാമത്തെ എന്താണ് മൊറോക്കൺ പ്രതിസന്ധി എന്ന് നമുക്ക് നോക്കാം. എ സീക്രട്ട് ട്രീറ്റി വാസ് സൈൻഡ് ഇൻ ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ഇൻ 1904. അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു രഹസ്യ സന്ധി ഉണ്ടാക്കി 1904. According to this, Britain recognized the claim of France over Morocco. ഈ ഉടമ്പടി പ്രകാരം, ഈ ട്രീറ്റി പ്രകാരം ബ്രിട്ടൻ എന്ത് അംഗീകരിച്ചിരുന്നു? മൊറോക്കോയുടെ മേലുള്ള ഫ്രാൻസിൻ്റെ അവകാശവാദം അംഗീകരിച്ചിരുന്നു. The French claim over Morocco was opposed by Germany, which sent battleships to the Moroccan port Agadir. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ജർമ്മനി ഇതിനെ അംഗീകരിച്ചില്ല. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഫ്രാൻസ് അഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി ആൻഡ് ജർമ്മനി അഗ്രീഡ് ടു കൺസീഡ് മൊറോക്കോ ടു ഫ്രാൻസ് ഇൻ റിട്ടേൺ. അതായത് കുറച്ച് അനുരഞ്ജന ചർച്ചയൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ട് തങ്ങളുടെ കോളനി ആയിട്ടുള്ള ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് കൊടുത്തിട്ട് ഫ്രാൻസ് ഈ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ശത്രുത പിന്നെയും തുടർന്നു. അത് അവിടെ കൊണ്ടൊന്നും അവസാനിച്ചില്ല. അതായത് ആ പ്രോബ്ലം ഈവൻ ദി പ്രോബ്ലം വാസ് സോൾവ്ഡ് ടെമ്പററിലി, ഹൗ ദ റൈവൽറി കണ്ടിന്യൂഡ്. ആ റൈവൽറി തുടർന്നുകൊണ്ടേ ഇരുന്നു. അതാണ് മൊറോക്കൺ ക്രൈസിസ്. അപ്പോൾ മൊറോക്കൺ എന്ന് പറഞ്ഞ പ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോബ്ലം, അതാണ് മൊറോക്കൺ ക്രൈസിസ്. നെക്സ്റ്റ് വൺ ഈസ് ബാൽക്കൺ ക്രൈസിസ്. The Balkan region is situated in Europe close to the Aegean Sea and the Black Sea. It was a part of the Ottoman Empire. In 1912, Balkan League എന്ന് പറയുന്നത് ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോൺട്നിഗ്രോ defeated Turkey. However, the conflict among the allied nations in sharing the benefit of war led to the breakup of the league and resulted in war among them. What is Balkan crisis? എന്താണ് ബാൽക്കൺ പ്രതിസന്ധി എന്ന് പറയുന്നത്? അതായത് ഗ്രീസിന് കീഴിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്താണ് ബാൽക്കൺ മേഖല സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ ഗ്രീസിന് കീഴിലുള്ള ഈജിയൻ കടലിനും കരിങ്കടലിനും സമീപത്തായിരുന്നു ബാൽക്കൺ മേഖല ഉണ്ടായിരുന്നത്. ഇത് ഓട്ടോമൻ തുർക്കിയുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ 1912 ബാൽക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി. പക്ഷേ യുദ്ധത്തിൻ്റെ നേട്ടങ്ങൾ പങ്കിട്ടെടുക്കുന്നതിൽ ബാൽക്കൺ സഖ്യത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതാണ് ബാൽക്കൺ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് കാരണമായത്. ഇതാണ് ബാൽക്കൺ പ്രതിസന്ധി. അപ്പോൾ സാമ്രാജ്യത്വ കിടമത്സരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെ ചില പ്രതിസന്ധികളിലേക്ക് നയിച്ചു. ആ പ്രതിസന്ധികളാണ് മൊറോക്കൺ പ്രതിസന്ധിയും ബാൽക്കൺ പ്രതിസന്ധി. Imperialist rivalry led the European countries to several crises. Which were they?
First one is Moroccan crisis and next one is Balkan crisis. മഹായുദ്ധത്തിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു കോസ് എന്ന് പറയാനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ when Austria laid its claim over the Balkan region with the support of Germany, Serbia claimed this region with the support of Russia. During this time, a Serbian youth, Gavrilo Princip, assassinated Francis Ferdinand to the heir to the throne of Austria at the Bosnian capital Sarajevo in July 1914. അതായത് ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയാനായിട്ട് ബാൽക്കൻ പ്രദേശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ റഷ്യൻ സഹായത്തോടുകൂടി സെർബിയയും ജർമ്മനിയുടെ പിന്തുണയോടെ ഓസ്ട്രിയയും ശ്രമിച്ചു. ഈ സമയത്ത് 1914 ജൂണിൽ ഒരു സെർബിയൻ യൂത്തായിട്ടുള്ള ഗവീറിലോ പ്രിൻസപ്പ് എന്ന് പറഞ്ഞ ആൾ ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ ബോസ്നിയൻ തലസ്ഥാനമായിരുന്ന സരാജോവോയിൽ വെച്ച് വെടിവെച്ചു കൊന്നു, അസാസിനേറ്റ് ചെയ്തു. ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ ജൂലൈ 28, 1914. അപ്പം ഓസ്ട്രിയ ഹെൽഡ് സെർബിയ ആണല്ലോ ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ടിട്ട് സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു 1914 ജൂലൈ 28. ദ അലൈഡ് നേഷൻസ് റഷ്ഡ് ടു ദി ഹെൽപ്പ് ഓഫ് ദി അലൈസ്. അപ്പോൾ സഖ്യകക്ഷികളൊക്കെ അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് സഹായവുമായിട്ട് വന്നു. ഓൾമോസ്റ്റ് ഓൾ ദി നേഷൻസ് ഓഫ് ദി വേൾഡ്, ഏകദേശം ലോകത്തിലെ എല്ലാ നേഷൻസും തന്നെ, എല്ലാ രാജ്യങ്ങളും തന്നെ ഇതിൽ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഈ യുദ്ധത്തിൽ ഇൻവോൾവായി. അതുകൊണ്ടാണ് നമ്മളിതിനെ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. Therefore, this war is known as First World War. Why is First World War called as so-called First World War? വേറൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ദ കോമ്പറ്റീഷൻസ് അമംഗ് ദ ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ലെഡ് ടു എ വേൾഡ് വാർ ഡിസ്കസ്. അതായത് സാമ്രാജ്യത്വ മത്സരങ്ങൾ ലോകരാജ്യങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് എങ്ങനെയാണ് നയിച്ചത് എന്നാണ് ഒരു ചോദ്യം കൊടുത്തിരിക്കുന്നത്. ഇനി ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? അതായത് വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ, അല്ലെങ്കിൽ ആഫ്റ്റർമത്ത് ഓഫ് ദി വാർ, യുദ്ധത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? നമ്മൾ പറഞ്ഞു 1914 ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിച്ചതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എൻഡ് ചെയ്തത് 1918 1918. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഓവർ 10 million പീപ്പിൾ ലോസ്റ്റ് ദെയർ ലൈഫ്സ് ആൻഡ് വർ ഇൻജോർഡ് ഇൻ ദി വാർ. അതായത് 10 ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരെ ഡിസ്ട്രോയിഡ്. അതായത് കൃഷി, വ്യവസായം, പിന്നെ വാർത്താവിനിമയ സംവിധാനമൊക്കെ നശിച്ചു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം ഇവയൊക്കെ വർദ്ധിച്ചു. ഇക്കണോമിക് ഡോമിനൻസ് ഓഫ് ദി യൂറോപ്പ് ഡിമിനിഷ്ഡ്. യൂറോപ്പിൻ്റെ സാമ്പത്തികമായിട്ടുള്ള മേൽക്കോയ്മ ഇല്ലാതെയായി, നശിച്ചുപോയി. ലിബറേഷൻ മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക സ്ട്രെങ്തൻഡ്. ഏഷ്യയിലും ആഫ്രിക്കയിലും ഉണ്ടായിട്ട് സ്വാതന്ത്ര്യ മൂവ്മെൻറ്റുകൾക്കൊക്കെ ഒരു ശക്തി പ്രാപിച്ചു. ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദി വേൾഡ് ദ ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ്. അപ്പോൾ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായി. ഇനി പീസ് എഫേർട്സ് ആണ്. എ പീസ് കോൺഫറൻസ് വാസ് കൺവെൻഡ് അറ്റ് പാരീസ് ഇൻ 1990 ടു ഡിസ്കസ് പോസ്റ്റ് വാർ സിറ്റുവേഷൻ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദി വിന്നിംഗ് അലയൻസ് ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ്. They signed different treaties with the defeated nations. അപ്പം സമാധാനത്തിൻ്റെ ശ്രമങ്ങൾ, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസിൻ്റെയും നേതൃത്വത്തിൽ 1919 പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിൽ വെച്ച് യുദ്ധാനന്തര ലോകത്തിൻ്റെ ഭാവി കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇതിൽ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി അവർ വെവ്വേറെ സന്ധികളിൽ ഒപ്പിട്ടു. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ധിയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളതും ഇപ്പോൾ പറയാൻ പോകുന്നതും. വെർസാലിസ് ട്രീറ്റി. വാട്ട് ഈസ് നോൺ ആസ് ട്രീറ്റി ഓഫ് വെർസാലിസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് വെർസാലിസ് ട്രീറ്റി എന്ന ക്വസ്റ്റ്യൻ വരുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കുക. വെർസാലിസ് ട്രീറ്റി സൈൻഡ് വിത്ത് ജർമ്മനി ഇൻ 1919 വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ച വെർസാലിസ് ട്രീറ്റിയാണ് യുദ്ധാനന്തരം ചർച്ച ചെയ്യപ്പെട്ടതും സൈൻ ചെയ്യപ്പെട്ടതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, എന്താണ് ഈ ട്രീറ്റി പ്രകാരം? ജർമ്മൻ കോളനീസ് വർ ഡിവൈഡഡ് അമംഗ് ദ വിക്ടോറിയസ് പവേഴ്സ് ആൻഡ് ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ
ഇൻഡംനിറ്റി. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. പിന്നീട് അത് മാത്രമല്ല, വീതിച്ചെടുക്കുക മാത്രമല്ല, യുദ്ധത്തിൻ്റെ നഷ്ടപരിഹാരമായിട്ടൊരു വൻ തുക തന്നെ ജർമ്മനി കക്ഷികൾക്ക് നൽകേണ്ടി വന്നു. അങ്ങനെയെല്ലാം ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. ദ അലയൻസ് ഒക്യുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. അപ്പോൾ ജർമ്മനിയിലുണ്ടായിരുന്ന റിച്ച് ആയിട്ടുള്ള മൈനുകളൊക്കെ ഈ സഖ്യകക്ഷികൾ അവരുടെ വരുതിയിലാക്കി. പിന്നീട് above all the war guilt was imposed on Germany and was disarmed. ഇതിനൊക്കെ അപ്പുറമായിട്ട് എന്ത് ചെയ്തു? എല്ലാത്തിനും ഉപരിയായിട്ട് യുദ്ധത്തിൻ്റെ മുഴുവൻ കുറ്റം ജർമ്മനിയുടെ മുകളിൽ കെട്ടിവെക്കുകയും ജർമ്മനിയെ അവർ നിരായുധീകരിക്കുകയും ചെയ്തു. അതാണ് ജർമ്മനി ഒരു വല്ലാത്ത വിഷമസന്ധിയിൽ ആയി. The Treaty of Versailles was an example for the vengeance against the defeated nations. ഡിസ്കസ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്നാം ലോകം യുദ്ധത്തിൽ വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവരോടുണ്ടായിരുന്ന പ്രതികാരത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു വെഴ്സായി സന്ധി. ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം, അങ്ങനെ എന്താണ്, പരാജയപ്പെട്ടവരുണ്ടായിരുന്ന ഒരു പ്രതികാരത്തിന് ഉദാഹരണം തന്നെയാണെന്ന് പറയും. കാരണം എന്താണ്? ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ വീതിച്ചെടുത്തു. നഷ്ടപരിഹാരമായിട്ട് വൻ തുക സഖ്യകക്ഷികൾക്ക് ജർമ്മനിക്ക് കൊടുക്കേണ്ടി വന്നു. പിന്നെ സമ്പന്നമായ ഖനികൾ മുഴുവൻ പിടിച്ചെടുത്തു. എല്ലാത്തിനും ഉപരിയായിട്ട് യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ മേൽ കെട്ടി വെച്ചു. പിന്നീടുണ്ടാകുന്നത് സാമ്പത്തിക മാന്ദ്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാമ്പത്തിക മാന്ദ്യം, ഇക്കണോമിക് ഡിപ്രഷൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വാർ. ഇതിൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ യുദ്ധത്തിൽ യാതൊരു തരത്തിലും യുദ്ധം ബാധിച്ചില്ല. ഹെൻസ് ദി യൂറോപ്യൻ നേഷൻസ് മാനേജ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. അപ്പം അമേരിക്കയിൽ നിന്നും ലോണുകൾ തരപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുത്തു. Consequently, American dollar overtook British pound and as the basis of foreign exchange holdings. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആഗോള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. ആഗോള വിനിമയത്തിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായി മാറി. പിന്നെ യൂറോപ്പിന് പുറത്ത് പുതിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക വളർന്നു വരികയും ചെയ്തു കേട്ടോ. As a result, the United States of America emerged as a new economic power outside the Europe. യൂറോപ്പിന് പുറത്ത് അമേരിക്ക ഒരു വലിയ ശക്തിയായി വളർന്നു വന്നു. ഇക്കണോമിക്കലി ദ ഇക്കണോമിക് ഗ്രോത്ത് ഓഫ് ദി USA ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. പക്ഷേ നമ്മുടെ USA ഈ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അധികം നാൾ നീണ്ടു നിന്നില്ല. ദ വേൾഡ് വാസ് ത്രോൺ ഇൻ ടു ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1929. അത് നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്ന 1930s എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. നിങ്ങൾ PG പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 1930s എന്ന് പറഞ്ഞ് പഠിക്കും. ഗ്രേറ്റ് ഡിപ്രഷൻ, ഇക്കണോമിക് ക്രൈസിസ് ഇൻ 1929 വിച്ച് ഓറിജിനേറ്റഡ് ഇൻ USA. അപ്പോൾ ദ വേൾഡ് വാസ് ത്രോൺ ഇൻ ടു, അപ്പോൾ ലോകം മുഴുവൻ ഈ ഡിപ്രഷനിലേക്ക് വഴിതെളിച്ചു 1929 USA-യിൽ. ലെറ്റ് us look the impact of the economic depression. അപ്പോൾ ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെ ആയിരുന്നു, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പീപ്പിൾ ബിക്കേം പൗപ്പർ ബിക്കോസ് ഓഫ് ദി വാർ കുഡിൻറ്റ് അഫോർഡ് ദി കമ്മോഡിറ്റീസ്. അപ്പോൾ ജനങ്ങളെല്ലാം, പൗപ്പർ എന്ന് വെച്ചാൽ പാപ്പരായി, സാധനങ്ങൾ വാങ്ങാൻ പോലും അവർക്ക് കഴിവില്ലാത്തവരായി. പിന്നീട് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഗുഡ്സ് വർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറീസ്. അപ്പം നിർമ്മിച്ച വസ്തുക്കളെല്ലാം ഫാക്ടറികളിലൊക്കെ വിറ്റഴിയാതെ കെട്ടിക്കിടന്നു. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദി ഡെപ്റ്റ് ടു ദി USA. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, USA-യിൽ നിന്നും പണം കടമെടുത്തു. ആ പണമൊന്നും യൂറോപ്യൻ നേഷൻസിന് തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല. ബാങ്ക്സ് കൊളാപ്സ്ഡ്. ബാങ്കുകളൊക്കെ എന്താണ്, തകർന്നു പോയി. അപ്പോൾ ബാങ്ക് കൊളാപ്സ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. ഇൻഫ്ലേഷൻ അൺകൺട്രോളബിളായി എന്ന് വെച്ചാൽ നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധമായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ്, പോവർട്ടി, അതായത് ഭയങ്കര ദാരിദ്ര്യവും പിന്നീട് എന്താണ് തൊഴിലില്ലായ്മയും ഉണ്ടായി. ടു ഓവർകം ദിസ് ക്രൈസിസ് ദി യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. അപ്പം പഴയ
കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതുപോലെ തന്നെ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കോളനികളിൽ മേൽ അവരെന്ത് ചെയ്തു, ഹെവി ടാക്സ് impose ചെയ്തു. They imposed heavy taxes on the colonies. Therefore, the economic crisis of the imperialist nations become a burden of the colonies. അപ്പോൾ കോളനികൾക്ക് ഇതൊരു ഭാരമായി. എന്ത്, ഇമ്പീരിയലിസ്റ്റ് നേഷത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ചുമക്കേണ്ടി വന്നു. ആർക്ക്? കോളനികൾക്ക് ഇത് ചുമക്കേണ്ട ഒരു ബേർഡനായിട്ട് വന്നു. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൗ ദി ഇക്കണോമിക് ഡിപ്രഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അഫക്റ്റഡ് ദി ഇക്കോണമി ഓഫ് അതർ നേഷൻസ് ആൻഡ് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. അത് നിങ്ങൾ തനിയെ ചെയ്യേണ്ടതാണ്. ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയിൽ തുടക്കം കുറിച്ച് സാമ്പത്തിക മാന്ദ്യം മറ്റ് രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക മേഖലയെ ബാധിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്തി ഒരു ചെറിയ ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അതോടുകൂടി ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഈ ചെറിയൊരു ഭാഗം നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.